പണിയത് ഞാൻ ചിലപ്പോൾ എടുത്താൽ നിങ്ങൾ നന്നായാണെങ്കിൽ കൈയടിക്കാം. 3 പേരുണ്ട് ഞങ്ങൾ ഇന്ന് പരിപാടി അവതരിപ്പിക്കാനായിട്ട്. ആദ്യമായിട്ട് ജിൻസൻ പഞ്ഞിപ്പിള്ള, പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്നും നമ്മുടെ സിനിമ ആർട്ടിസ്റ്റായ സിനോജ് ഇരിങ്ങാലക്കുടയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ല നിറകൈയോടുകൂടി സ്വീകരിക്കുക. ഹലോ, ഞാൻ വലിയ സിനിമ ആർട്ടിസ്റ്റ് ഒന്നുമില്ല. പോളി ആന്റണി മാള പള്ളിപ്പുറം ചെയ്യുന്ന 2 ചിത്രത്തിൽ അഭിനയിച്ചു. ആദ്യത്തെ ചിത്രം ചേസിംഗ് ഡേയ്സ്. ഇപ്പോൾ ജൂൺ ജൂലൈയിലായിട്ട് ഒരു സിനിമയോടെ ഇറങ്ങും. അത് ജയകല ജംഗ്ഷൻ എന്ന പേരാണ്. നിങ്ങളെല്ലാവരും അത് കണ്ട് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. കൈയടിക്കേ. രണ്ടാമതായി പറഞ്ഞത് 2 ദിവസം മുന്നേ എനിക്കൊരു വെബ് സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം വന്നിട്ടാണ് ഷൂട്ടിന്റെ പേര്. അതില് ചെറിയൊരു സീൻ, എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കയ്യില്, ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ പൊന്നു കഥാവേ, എന്റെ മോന് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഡൽഹിന്ന് പോരുന്ന വരെ ഒരു കുഴപ്പമുണ്ടായില്ല. അവൻ നന്നായാ മതി. എഴുത്തമ്മേ, വെള്ളം വലയും ഞാൻ വാങ്ങിച്ചു തരാം. അത് കുറേശ്ശെയായി തന്നാ മതി. അച്ഛനോട് പറയും. ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി മട്ടർ ലൈഫ് എന്ന ചിത്രത്തിലെ പറ്റില്ല പറ്റില്ല എന്ന ഗാനം ആലപിക്കുന്നു ഷൈജൻ പരച്ച. മക്കളെ, നമ്മള് കോമാളികളാ. കരയരുത്. എല്ലാവരെയും ചിരിപ്പിക്കണം. കരയാൻ വന്നാലും ചിരിക്കണം. മോനെ, ഇക്കാടൻ നമ്പർ 1. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള ഈ കപ്പേളയില് തിരുനാളിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഒരുപാട് നേരുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മദേഴ്സ് ഡേ ആണ്. എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനുമെല്ലാം അമ്മമാരുടെ ഒരു സഹകരണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ആഴക്കടലിന്റെ അങ്ങേ കരയില നേരം വെളുക്കുന്ന വീട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറില ഒട്ടി കിടക്കുന്ന മുത്ത്, ഒട്ടി കിടക്കുന്ന മുത്ത്. നാട്ടിൽ നിന്ന് ഒരു ഗുണ്ട കെട്ടെടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ഇത്ര ഗ്ലാമർ പ്രദർശിച്ചുള്ള ഈ സൗന്ദര്യം വെറുതെ വെടക്കാക്കണോ? പരിപാടി തുടങ്ങി ഇത്തിരി നേരം വയ്യല്ലേ? കുഴപ്പമുണ്ടായില്ല. പിള്ളേര് നന്നായിട്ട് പരിപാടി ചെയ്തു. എന്നായാലും അറിയാളില്ല ഉണ്ട്. എന്നെ ഞാൻ മാളയില് ജനിച്ചതുകൊണ്ട് എന്നെ മളയട്ട എന്നാ വിളിക്കുന്നത്. ഞാൻ വല്ല കോടത്തുകുന്നതിലും ജനിച്ചെങ്കിൽ എന്നെ കൊടേട്ട എന്ന് വിളിച്ചാനേ. ഹലോ, ആരാണ് ചോദിച്ചത്? ഞാനാണ് വിനായകൻ തന്നെ. എന്തുണ്ട് കാര്യങ്ങളൊക്കെ? അതെ, വിനായകന് അഭിനയിക്കാൻ അറിയില്ല. അല്ല, അഭിനയിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയില്ല. വിചാരിച്ച പാത്ത് ഉന്മ കണ്ടുപിടിക്കാൻ ഞാൻ ആര്? CID CBI 10 വർഷം ഏങ്കിട്ട് വേല ചെയ്തിട്ട് ഏങ്കിട്ട് തന്ത്രം പണ്ടറിയ. മനസ്സിലായോ സാറേ?